ഇന്ന് ഒക്ടോബർ 2 രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് ഗാന്ധിജിയുടെ ജന്മദിനം പോലെ തന്നെ ചെറുപുഴയ്ക്കും ഇതൊരു ചരിത്ര ദിനമാണ്. 2000-ൽ പെരിങ്ങോം പഞ്ചായത്തിൽ നിന്ന് വിഭജിച്ച് ജനിച്ച ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ഇന്ന് 25-ാം വയസ്സിലേക്ക് കാൽ വെക്കുന്നു. ആ കാലത്ത് ചെറുപുഴ ഒരു ചെറു ഗ്രാമമായിരുന്നു. ചുരുങ്ങിയ വഴികളും എണ്ണത്തിൽ വിരളമായ വീടുകളും ജനങ്ങൾക്ക് വേണ്ടി സ്വന്തം പഞ്ചായത്ത് ഉണ്ടാക്കണമെന്ന ആവേശം അന്ന് ഗ്രാമത്തിന്റെ ഓരോ മുഖത്തും തെളിഞ്ഞിരുന്നു. അതിന്റെ തുടർച്ചയാണ് ഇന്ന് മലനാടിന്റെ ഹൃദയത്തിൽ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് അഭിമാനത്തോടെ നിൽക്കുന്നത്. 75.64 ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ ഗ്രാമം കണ്ണൂർ, കാസർഗോഡ്, കർണാടക അതിർത്തികൾ പങ്കിടുന്നു. വിനോദസഞ്ചാരത്തിന് അനന്ത സാധ്യതകൾ നിറഞ്ഞ പഞ്ചായത്താണിത്. ഗ്രാമമായിട്ടും മലയോര മേഖലയിലെ ഏറ്റവും വലിയ പട്ടണമായ ചെറുപുഴ തന്നെയാണ് പഞ്ചായത്തിന്റെ ആസ്ഥാനവും. ടൗണിന്റെ ഒരു വശത്ത് തിരുമേനി പുഴയും മറുവശത്ത് കാര്യങ്കോട് പുഴയും. ചെറുപുഴക്കാരുടെ ഓർമ്മകളിൽ കുട്ടിക്കാല നീന്തൽ, കളികൾ, ഉത്സവങ്ങൾ എല്ലാം ഈ പുഴയുടെ കരയിൽ തന്നെയാണ് വിരിഞ്ഞു വീണത്. കഴിഞ്ഞ 25 വർഷങ്ങളിൽ 6 പേർ പ്രസിഡന്റ് പദവി അലങ്കരിച്ചു. 25 വർഷങ്ങളിൽ ചെറുപുഴ വളർന്നത് വെറും കെട്ടിടങ്ങളിലും റോഡുകളിലൂടെയുമല്ല, വളർന്നത് ആളുകളുടെ സ്വപ്നങ്ങളിലൂടെയാണ്. പട്ടണമായി മാറിയിട്ടും ചെറുപുഴയ്ക്ക് ഗ്രാമത്തിന്റെ ആത്മാവ് ഇന്നും നിലനിൽക്കുന്നുണ്ടെന്ന് പഞ്ചായത്തിന്റെ ആദ്യ ഭരണസമിതിയിലെ സ്ഥിരം സമിതി അധ്യക്ഷൻ ATV ദാമോദരൻ പറഞ്ഞു. ഏതായാലും 25-ാം വാർഷികം നമുക്ക് ആഘോഷിക്കുന്ന വേളയിൽ ഈ പഞ്ചായത്തിന് ഭരണസമിതിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് അവസാനിക്കും. ആദ്യ പ്രസിഡന്റ് പൈതലൈ ദാമോദരൻ ഗ്രാമത്തിന്റെ ആദ്യ ഭാവിക്കുറിപ്പ് വരച്ച നേതാവായിരുന്നു. തുടർന്ന് അന്നമ്മ കുര്യാക്കോസ് തന്റെ കാലഘട്ടത്തിൽ പഞ്ചായത്തിന്റെ മുഖം മാറ്റി. 2010-ൽ റോഷി ജോസ്, 2015-ൽ ജമീല കോളയത്ത് ചെറുപുഴയുടെ വികസന യാത്രയെ മുന്നോട്ട് കൂട്ടി. കോൺഗ്രസും കേരള കോൺഗ്രസും തമ്മിലുള്ള കലഹത്തിനിടെ കുറച്ചുനാൾ കൊച്ചുറാണി ജോർജ് അധ്യക്ഷയായി. 2020-ൽ KF അലക്സാണ്ടർ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇപ്പോഴും ചെറുപുഴയെ നയിക്കുന്നത് അദ്ദേഹമാണ്. 25 വർഷങ്ങളായി ചെറുപുഴ പഞ്ചായത്ത് പല തലമുറകളുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ചുമന്നുകൊണ്ടിരിക്കുന്നു. ഗ്രാമത്തിന്റെ പിറന്നാളായി മാറിയ ഒക്ടോബർ 2 ഇന്ന് ഒരു തീയതി മാത്രമല്ല, ചെറുപുഴയുടെ ജന്മദിനം കൂടിയാണ്.